എന്നിട്ടും ജ്യോതി ഈ വീട്ടിൽ താമസിച്ചു. എന്തിനു വേണ്ടി? നീ എന്താ എന്നെ ചോദ്യം ചെയ്യണോ? അല്ല ഡി കെ, സത്യങ്ങൾ തുറന്നു പറഞ്ഞതാ. അത് ഡി കെയുടെ മനസാക്ഷിയെ പൊള്ളിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായതുകൊണ്ട് മാത്രമാണ് ഡി കെ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾ മാത്രമാണ് ഡി കെ തെറ്റ് ചെയ്തത്. നിങ്ങൾ ജ്യോതിയെ ഭാര്യയായിട്ട് അംഗീകരിച്ചിരുന്നെങ്കിൽ ഞങ്ങളും അവളെ അമ്മായിയമ്മയായിട്ട് അംഗീകരിക്കുമായിരുന്നു. നിങ്ങൾ അംഗീകരിക്കാത്ത ജ്യോതിയെ ഞങ്ങൾ എന്തിനു അംഗീകരിക്കണം? നിങ്ങളും ജ്യോതിയും തമ്മിൽ ഒരു പരസ്പര അഡ്ജസ്റ്റ്മെന്റിൽ കാറ്റ് ആൻഡ് മൗസ് പ്ലേ നടത്തി. ജ്യോതി നിങ്ങളുടെ ജീവിതത്തിൽ ശല്യമാണെന്ന് നിങ്ങൾ എത്ര വട്ടം പരസ്യമായിട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് വലുത് നിങ്ങൾ മാത്രമാണ് ഡി കെ. നിങ്ങളുടെ ജീവിതത്തിൽ ശല്യമായിട്ട് വന്നവളെ ഞങ്ങൾ എതിർത്തു. അത് തെറ്റാണോ? അവളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ആഗ്രഹിച്ചു. അതിനുള്ള മാർഗത്തില് തെറ്റുണ്ടായിരിക്കാം. പക്ഷേ അതിലെനിക്കിപ്പോഴും ഒരു കുറ്റബോധവുമില്ല. ജ്യോതി ഈ വീട്ടിൽ നിന്ന് പോയാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങൾ തിരുത്താം. പക്ഷേ ജ്യോതിയെ ഭാര്യയായി അംഗീകരിച്ചെന്ന് ഡി കെ സമ്മതിക്കണം. ഒരു ഭാര്യയുടെ എല്ലാ അവകാശങ്ങളോടും കൂടി ജ്യോതിക്ക് നിങ്ങളോടൊപ്പം ഒരു ജീവിതം ഉണ്ടായാൽ ഞങ്ങൾ എല്ലാ തെറ്റിനും മാപ്പ് പറയാം. ഇല്ലെങ്കിൽ ഞങ്ങൾ എതിർക്കും. ജ്യോതിക്കെന്നല്ല, ആർക്ക് മുറിവേറ്റാലും ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് ഡി കെ. ഞാൻ ഇത്ര നീചമായി ചിന്തിക്കുന്ന ഒരാളായിരുന്നില്ല. എനിക്കറിയാം. ഉയർന്ന ചിന്തയും നന്മയും ഒക്കെ ആയിരുന്നു എന്റെയും മനസ്സില്. ഞാൻ ഇങ്ങനെ ആയത് ഡി കെക്ക് വേണ്ടിയാ. എന്താടാ മായ പറഞ്ഞ് നിനക്കെന്താ മറുപടി പറയാനില്ലാത്തത്? പറ. നിനക്ക് ജ്യോതിയെ യഥാർത്ഥ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയുമോ? ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന്? ഡി കെക്ക് വേണ്ടെങ്കിൽ ജ്യോതി ഞങ്ങൾക്കും വേണ്ട. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നും. നമ്മുടെ ഹോട്ടലിൽ ഇന്ന് വരെ മോശം ഫുഡ് കൊടുത്തതായി ഒരു പരാതി ഉണ്ടായിട്ടില്ല. എല്ലാം ആ മൂർത്തിയുടെ പദ്ധതിയാ. വിടില്ല ഞാൻ അവനെ. ഇന്ന് നമ്മുടെ റെസ്റ്റോറന്റ് പൂട്ടേണ്ടി വന്നു. ചാനലിലൊക്കെ മോശം ഫുഡ് കൊടുത്തതിന് റെയ്ഡ് ചെയ്ത് അടച്ചു പൂട്ടിയ ഹോട്ടലെന്ന് പേര് വന്നു. ആകെ നാണക്കേടായി. അത് മാത്രമല്ല, ആ കേസ് തോറ്റു. നമ്മൾ മുടക്കിയ പണം നഷ്ടപ്പെട്ടു. അപ്പീലിന് പോയാൽ ജയിക്കാമെന്നാ ആ വക്കീല് പറയുന്നത്. എല്ലാം കൂടി ഇന്നൊരു ഭ്രാന്ത് പിടിച്ച ദിവസമായിരുന്നു. തീർത്തും ഞാൻ ഒറ്റയ്ക്കാവുന്ന പോലെ. ഒന്ന് സംസാരിക്കാൻ പോലും ആരും ഇല്ലാതായിപ്പോയി. നീ സങ്കടപ്പെടണ്ട. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോ നിന്നോടെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ സമാധാനായി. വെരി ഗുഡ് മൈ ഡിയർ സൺ.
ജീവനോടെ ഒപ്പമുണ്ടായിരുന്ന ഭാര്യയെ വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് മരിച്ചുപോയ ഭാര്യയുടെ ഫോട്ടോയോട് സംസാരിക്കുമ്പോ എന്താ ആശ്വാസം അല്ലേ മോനെ? അമ്മേ, ഞാൻ എന്റെ സങ്കടങ്ങൾ പിന്നെ ആരോട് പറയും? അമ്മ പോലും ഇപ്പൊ എന്നിൽ നിന്ന് ഒരുപാട് അകലെയാ. അതെ, അയിനോ ഒരുപാട് അകലെയാണെന്ന് എനിക്കും തോന്നി. പക്ഷേ അത് ഞാനല്ല, നീയാ എല്ലാവരിൽ നിന്നും ഒരുപാട് അകലെയായത്. ഇന്ന് നിനക്ക് എല്ലാ നഷ്ടങ്ങളുടെ ദിവസമായിരുന്നു അല്ലേ? അതിന്റെ കാരണം എന്താണെന്ന് അറിയോ നിനക്ക്? ഈ വീടിന്റെ മഹാലക്ഷ്മി ഇന്നലെ ഈ വീടിന്റെ പടിയിറങ്ങിപ്പോയി. കാരണങ്ങളൊന്നുമില്ലാതെ ആ പാവത്തിനെ വേദനിപ്പിച്ചു. അതിന് ഈശ്വരൻ തന്ന ശിക്ഷ ഇതെല്ലാം. ആ ബേക്കറിക്കാരിയായിരുന്നു ഈ വീടിന്റെ മഹാലക്ഷ്മി, അതോ എന്റെ സുപ്രിയായിരുന്നു? മൈസർ, കഴിഞ്ഞുപോയ കാലത്ത് ആരൊക്കെ എന്തൊക്കെയായിരുന്നു എന്നല്ല, ഇന്നും നമ്മൾ എന്താ, അതുമാത്രമാണ് സത്യം. കഴിഞ്ഞതും വരാനിരിക്കുന്നതും വെറും മിഥ്യയാണ്. ജ്യോതി നിന്റെ ഒപ്പം ജീവിക്കുന്ന സത്യമാണ്. സുപ്രിയ മരിച്ചുപോയ ഓർമ്മയും. ജീവിച്ചിരിക്കുന്നതിനെ സ്നേഹിക്കുന്നതിന് പകരം നീ മരിച്ചോളെ മാത്രം സ്നേഹിക്കുന്നു. മരിച്ചവരെന്നും നമുക്ക് ദുഃഖങ്ങളും നഷ്ടങ്ങളും മാത്രം നൽകുന്നു. ജീവിച്ചിരിക്കുന്നവർക്ക് സന്തോഷം നൽകാൻ പറ്റൂ. ഒന്ന് നീ ഓർത്തു, ഈ ജീവിതത്തിൽ ജ്യോതിയല്ലാതെ നിനക്കൊരു സന്തോഷം ഉണ്ടാകാൻ പോകുന്നില്ല. ഇതുപോലുള്ള നഷ്ടങ്ങളും ദുഃഖങ്ങളും നാണക്കേടും ഇനിയും നിനക്ക് അനുഭവിക്കേണ്ടി വരും. അമ്മ എന്നെ ശപിക്കണോ? നിനക്ക് നൊന്തോ? നോക്കും. കാരണം സത്യത്തിന്റെ വാക്കുകൾ മൂർച്ച കൂടുതലാ. നിന്റെ ജീവിതത്തിൽ സത്യമായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ, ജ്യോതി. കയ്യിലിരിക്കുന്ന സ്വർണം നഷ്ടപ്പെടുത്തിയിട്ട് നീ ഇപ്പൊ തേടുന്നത് വേറും മുക്കുപണ്ടവാ, വേറും മുക്കുപണ്ടം. ഓർത്തോ? ചേച്ചി, ചേച്ചി, ആ നീ വന്നോ? ആ ഇത്ര നേരം നീ വരാത്ത എന്താന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. അത്രയ്ക്ക് വിശന്നു പോയോ ചേച്ചിക്ക്? ഉഫ് ഡി, നിനക്കറിയില്ല, ഒരു മുറിയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ നമ്മുടെ ഉള്ളിലെ വിശപ്പ് താനെ അങ്ങ് കൂടും. ആണോ? അതെ അതെ, അത് മാത്രല്ല പലതരം ആഹാരം കഴിക്കാനും തോന്നും. ആ അതൊക്കെ ചുമ്മാ തോന്നിയ ചേച്ചി, ഒരു കാര്യമില്ല. നീ ഇപ്പൊ എന്ത് ഫുഡാ കൊണ്ടുവന്നിരിക്കുന്നേ? ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും. ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും എനിക്കൊന്നും വേണ്ട. നീ പോയി ഫ്രിഡ്ജിൽ എങ്ങാനും കൊണ്ടുവയ്ക്കും. എന്നിട്ട് രാവിലെ നിനക്ക് തന്നെ അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. അയ്യോ, എനിക്കൊന്നും വേണ്ടേ? അതെ പ്രിയമോളെ. എന്താ ചേച്ചി? എനിക്ക് ഒരു മട്ടൻ ബിരിയാണി കിട്ടുമോ? എവിടുന്ന്? എവിടുന്നെങ്കിലും. എവിടുന്നെങ്കിലും ഒന്ന് പറഞ്ഞ. നീ അച്ഛനോട് പറ എവിടുന്നെങ്കിലും പോയി ഒരു മട്ടൻ ബിരിയാണി വാങ്ങിച്ചോണ്ട് വരാൻ. ആ എന്നാ പിന്നെ ഇത് നേരത്തെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? അതിന് നേരത്തെ തോന്നണ്ടേ? സാധാരണ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഗർഭിണികളാവുമ്പോഴാ ഇങ്ങനെയുള്ള തോന്നലൊക്കെ തോന്നുന്നത്. ഇനി അങ്ങനെ വല്ലതും ആണോ? അനാവശ്യം പറയല്ലേ. എന്താനാവശ്യം? ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ കൊച്ചൊരെണ്ണം ഇപ്പൊ ഈ മുറ്റത്തിങ്ങനെ ഓടി കളിച്ചേനെ. പോയവിടുന്ന് വീക്ക് വെച്ചെന്നുണ്ടല്ലോ. ആ അങ്ങനെ ആയിരുന്നെങ്കിലേ ചേച്ചി ഇപ്പൊ അവരവിടെ ഇറക്കി വിടുവായിരുന്നോ? ഇതിപ്പോ കല്യാണം കഴിഞ്ഞു എന്ന് ചോദിച്ചാ കഴിയുകയും ചെയ്തു, പക്ഷെ വഴിയാതാരാവൻ ചെയ്തു. ഓ
എന്റെ പൊന്നോ, ഒരു മട്ടൻ ബിരിയാണി ചോദിച്ചാനാണോ നീ എന്നോട് ഈ വൃത്തികേടെല്ലാം പറയുന്നത്? അതെ ചേച്ചി, സത്യത്തെ ഹിറ്റ്ലർ ചേച്ചിയോട് എങ്ങനെയായിരുന്നു? നീ എന്താ ഉദ്ദേശിക്കുന്ന? അല്ല, അത് പിന്നെ കൊച്ചുവായില് വലിയ വർത്താനം പറയല്ലേ. ഞാനിത്ര കൊച്ചൊന്നും അല്ല. ഞാൻ പോവാ. അപ്പോഴേ മട്ടൻ ബിരിയാണി ക്യാൻസൽ. അയ്യോ പ്രിയേ, പ്രിയ മോളെ പോവല്ലേ. പ്രിയേ, അയ്യോ പ്രിയേ, പോയോ? ദുഷ്ട, നിന്നോട് ദൈവം ചോദിക്കൂടി. അമ്മയുടെ അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു. മായോ? മായച്ച് നേരത്തെ കഴിച്ചിട്ട് പോയി. നിങ്ങൾ കഴിക്കുന്നില്ലേ? എന്താ എന്തിനാ ഇങ്ങനെ മുഖത്തോട് പോകാൻ നോക്കുന്നേ? അത് പിന്നെ മായച്ചി കഴിച്ചപ്പോ ഞങ്ങളും കഴിച്ചു. ഓ അത് ശരി. അപ്പൊ ഇനി കഴിക്കാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന ഊണുമേശയില ഒരു കുടുംബത്തിന്റെ ബലവും സൗന്ദര്യവും. അതില്ലാതെ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചിട്ട് എന്താ കാര്യം? ഞാനും ഒന്നും കഴിക്കുന്നില്ല. എല്ലാരും കൂടി ഒരുമിച്ച് വന്നിരിക്കുമ്പോ മാത്രം എന്നെ ഇനി ഊണുമേശയിലേക്ക് വിളിച്ചാൽ മതി. എല്ലാം അവരവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് നടക്കട്ടെ. റെസ്റ്റോറന്റിന്റെ കാര്യം അത് പൂട്ടി. അത് DKയുടെ മനസാക്ഷിയെ പൊള്ളിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായതുകൊണ്ട് മാത്രമാണ് DK. എന്നോട് ദേഷ്യമുണ്ടെന്ന് കരുതി അത്താഴം കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല. അമ്മയ്ക്ക് വേണമെങ്കിൽ എനിക്കും വേണ്ട. എന്റെ മരുമക്കൾക്ക് നല്ല പണി കൊടുത്ത കാര്യം അവര് പറഞ്ഞു. എന്തിനായിരുന്നു ഈ പുതിയ അവതാരം? എല്ലാം ആ ബേക്കറിക്കാരിക്ക് വേണ്ടിയായിരുന്നു. അമ്മ എന്താ എന്നോട് സംസാരിക്കില്ലെന്ന് തീരുമാനിച്ചു? എന്ത് സംസാരിക്കാൻ? എനിക്കൊന്നും സംസാരിക്കാനില്ല. അമ്മ എന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും ഞാൻ സഹിക്കും. പക്ഷെ രാത്രി ആഹാരം കഴിക്കാതെ കിടന്നുറങ്ങിയാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. വാ, ആഹാരം കഴിക്കാം. വേണ്ട. അതെന്താ? വേണ്ടാത്തോണ്ട്. ദേഷ്യത്തില? എനിക്കാരോടും ദേഷ്യമില്ല. എത്രയും പെട്ടെന്നൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ ഇതൊന്നും കാണണ്ടല്ലോ. എന്നെ വേദനിപ്പിക്കുന്ന മാത്രമേ പറയൂന്ന് അമ്മയ്ക്ക് നിർബന്ധമാണോ? വേദനിക്കാൻ നിനക്ക് മാത്രമല്ല, എല്ലാവർക്കും അവകാശമുണ്ട്. എനിക്കിപ്പോ എന്തോ ദോഷം സമയമെന്നാ തോന്നുന്നു. അതാ തൊടുന്നതും പിടിക്കുന്നതും എല്ലാം കുഴപ്പത്തിലാവുന്നു. നീ പറഞ്ഞത് ശരിയാ. ഈ വീടിൽ മേൽ എന്തോ കഷ്ടകാലം കിടന്ന് കറങ്ങുന്നുണ്ട്. മായ പോലും എന്നെ കുറ്റപ്പെടുത്തുന്നു. അവര് പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ അംഗീകരിക്കാത്ത ഭാര്യയെ അവരെങ്ങനെ അമ്മായിമ്മയായിട്ട് അംഗീകരിക്കും? അവർക്ക് നീയാണ് പ്രധാനം, ജ്യോതിയുടെ സങ്കടങ്ങളൊന്നുമല്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റും. ജ്യോതി ഈ വീട്ടിൽ വന്ന ദിവസം മുതൽ നീ അവളെ ദ്രോഹിക്കല്ലാതെ എന്തെങ്കിലും നല്ലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നീ മാത്രല്ല, നിന്റെ മരുമക്കളും. ഭർത്താവിന്റെ സംരക്ഷണം കിട്ടാത്ത ഭാര്യ എവിടെയും അപമാനിക്കപ്പെടും. ഇവൾ എന്റെ ഭാര്യയാണെന്ന്
ഇവരോട് നീ എപ്പോഴെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും നിന്റെ കുഴപ്പമല്ല, നിന്റെ മരുമക്കളുടെയും കുഴപ്പമല്ല. ഈ വീടിൽ മേൽ കലി ബാധിച്ചിരിക്കുന്നു. ആദ്യം അത് മാറണം. നാളെ ഒരിടം വരെ പോവുക. എവിടെ? നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ. എല്ലാ ദോഷങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. നീയും കൂടെ വരണം. ഇല്ല, ഞാൻ വരുന്നില്ല. അമ്മ അർജുനെ കൂട്ടി പോയാൽ മതി. ദൈവങ്ങൾ പണ്ടേ എന്നെ ഉപേക്ഷിച്ച അമ്മ പ്രാർത്ഥിച്ചാ മതി. കൊള്ളാം കൊള്ളാം, സക്സസ്. എന്റെ പ്ലാൻ സക്സസ് ആയി. കാശ് കുറച്ച് ചെലവായാലും അവന്റെ റെസ്റ്റോറന്റ് ഞാൻ പൂട്ടിച്ചു. ജീവിതത്തിൽ ഇതുവരെ ഇത്രയും സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇത് സന്തോഷത്തിന്റെ ദിവസമാണ്. ഇത്രയ്ക്കധികം കൂടി സന്തോഷിക്കണ്ട മൂർത്തി. ഒരു ഫുഡ് ഇൻസ്പെക്ടർ പോയി പൂട്ടിച്ച ഹോട്ടല് 3-ാം ദിവസം തുറക്കാനൊക്കെ ഈസിയാ. ഇതിപ്പോ ആരും ചത്തുപോയിട്ടൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ഏർപ്പെടുത്തിയ ആൾ ഭക്ഷണത്തിൽ അല്പം മായം ചേർത്തു. പക്ഷേ ഒരാൾ പോലും മരിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു ഫൈൻ അടിച്ച് രക്ഷപ്പെടാവുന്ന കേസേ ഉള്ളൂ. അതൊന്നുമല്ല, ഇവിടം കൊണ്ടും തീർന്നിട്ടില്ല. ഇനിയും ചില കളികൾ വരാൻ പോകുന്നതേ ഉള്ളൂ. വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, എന്നാലും ഒരു കൊട്ടു കൊടുക്കാൻ പറ്റി, അത്രേ ഉള്ളൂ. എന്തായാലും DK റെസ്റ്റോറന്റിൽ നിന്നും പഴകിയ ഭക്ഷണം കഴിച്ച് ആളുകൾ ആശുപത്രിയിലായതും ഒരു ദിവസത്തേക്കാണെങ്കിലും ആ ഹോട്ടൽ പൂട്ടിയതും DKക്ക് വലിയ നാണക്കേട് തന്നെ. DKയുടെ മുഖത്തേറ്റ അടിയ. ഇത്രയും നാൾ അവൻ കൊണ്ടു നടന്ന പേരും പെരുമയുമെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് ബൂം പൊട്ടിപ്പോയി. അതുമാത്രം പോരാ മൂർത്തി, അമരാവതി എന്ന പേര് ഇല്ലാതാവണം. അതുകൊള്ളാം. ഞങ്ങളെക്കാൾ കൂടുതൽ പക ആ കുടുംബത്തോട് നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങളുടെ സഹോദരി ആ വീട്ടിലെ മരുമകളല്ലേ? എന്നിട്ടും ആ കുടുംബം മുഴുവൻ ഇല്ലാതാവണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്റെ പ്രതികാരം DKയോടാ, അല്ലാതെ മറ്റുള്ള ആരോടുമല്ല. ആ കുടുംബത്തിലെ മറ്റാരുമായും എനിക്കൊരു പ്രശ്നവുമില്ല. ആ മൂർത്തി, നിനക്ക് ഞാനൊരു ഓഫർ തരാം. ഓഫറോ? എന്തോഫർ? നിനക്ക് നിന്റെ ജീവിതം തിരിച്ചുപിടിക്കാൻ ആവശ്യമായ പണം ഞാൻ തരും. പക്ഷേ പകരം അമരാവതിയിലൊരു മരണം നടക്കണം. ഒരാളെ അവസാനിപ്പിക്കണം. ആരെ? എന്റെ ഭാര്യയെ. ഞാൻ എത്ര വിചാരിച്ചിട്ടും ഇതുവരെ സാധിച്ചിട്ടില്ല. അന്നത്തെ ആ വീഴ്ചയിലെ അവള് മരിച്ചുപോകും തന്നെയാ ഞാൻ കരുതിയത്. പക്ഷേ അവള് ജീവിച്ചു. ഇപ്പൊ അവൾ ആ ജ്യോതിയുടെ സംരക്ഷണയില്ല. നാളെ അവൾ എണീറ്റ സംസാരിച്ചു തുടങ്ങിയ എനിക്കെതിരെ അവള് സാക്ഷി പറയും. ഞാൻ ജയിലിലാവും. അതിനു മുൻപ് നീ അവളെ തീർത്തു തരണം. അതിനെത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. നീ എന്താടാ കരുതിയത്? വലിയ പോലീസാണെന്ന് കരുതി ഞാൻ നിന്റെ കൂലിക്കാരനാണെന്നോ? DK എന്റെ ശത്രുവാ. അവനെ ഞാൻ തോൽപ്പിക്കും, കൊല്ലും, എന്തു വേണമെങ്കിലും ചെയ്യും എന്ന് കരുതി നിരപരാധിയായ ഒരു പെണ്ണിനെ ഞാൻ കൊല്ലണോ? അതും നിന്നെപ്പോലൊരു ചതിയനു വേണ്ടി? മൂർത്തി, കൊള്ളാം അവിനാശ് നിന്റെ ബുദ്ധി. നിന്റെ വാക്കും കേട്ട് പണത്തിന് വേണ്ടി മൂർത്തി അവളെ കൊല്ലണം അല്ലേ? കൊലപാതകം DKയുടെ മേൽ കെട്ടിവെക്കാമെന്ന് നീ പറയും. യെസ്, കറക്റ്റ്. അത് തന്നെ എന്റെ ഉദ്ദേശം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പോലീസ് അന്വേഷണം നിന്റെ കയ്യിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ലല്ലോ.
മറ്റാരെങ്കിലും അന്വേഷിച്ച് മൂർത്തിയാണ് കൊന്നതെന്ന് കണ്ടെത്തിയ നിനക്ക് സുഖമായിട്ട് കൈയൊഴിയാം. മൂർത്തി ജയിലിൽ പോയാലും നിനക്കൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല മൂർത്തി, ഞാനല്ലേ പറയുന്നത്. ആണുങ്ങൾക്ക് തമ്മിൽ ഏറ്റുമുട്ടാം, കൊല്ലാം, ചാവാം. പക്ഷേ എണീറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരു പെണ്ണിനെ കൊല്ലണമെന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ?